അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കോൺഫ്ലവർ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ? എന്നാൽ പോരെ. അപ്പോൾ വീഡിയോയിലോട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിതാ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, ചെറുതായി പീസാക്കി ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ശേഷം ഇതാ ഒരു പാത്രത്തിൽ പാകത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവറിൻ്റെ പൊടി കേട്ടോ, അതൊരു 3 സ്പൂണോളം ചേർത്ത് കൊടുക്കട്ടോ. നമുക്ക് എത്രയാണ് നമ്മളടുത്തുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക, കോൺഫ്ലവറിൻ്റെ അനുസരിച്ചിട്ടോ. ഈ ലേശം ഒരു 1.5 സ്പൂണോളം ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, കളർ പൗഡർ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, കളർ പൗഡർ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതാ ഒരു 3 സ്പൂണോളം മൈദപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ലേശം സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗരം മസാലേൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇത് വെള്ളം കുറവാണ്, അപ്പോൾ ഞാനിത് ലേശം മസാലയ്ക്ക് വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. മാവൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ലൂസിനനുസരിച്ചിട്ട് നല്ല കണ്ട് തിക്കാവും വേണ്ട, എന്നാൽ നല്ല ലൂസാവും വേണ്ട എന്ന വിധത്തിലാണ് കേട്ടോ വെള്ളം മാവ് നമുക്ക് വേണ്ടത്. കോൺഫ്ലവറിൻ്റെ മാവ് പിടിക്കണം, അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നല്ല വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ടൈമിൽ നമുക്ക് ഉപ്പ് എരിവൊക്കെ എങ്ങനെയുണ്ട് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കുക, അതേപോലെ എരിവും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതാ വേവിച്ചിട്ടുള്ള കോൺഫ്ലവർ ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നല്ല ഒന്നങ്ങണ്ട് ആ മസാല എല്ലായിടത്തും ആവണ രീതിയിൽ നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ സ്പൂണായിട്ട് ആകുമ്പോൾ അല്ലാത്ത മസാല എല്ലായിടത്തേക്കും ആവില്ല, നമുക്ക് കൈ കൊണ്ട് നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. കണ്ടില്ലേ, ഇത് കളറിൻ്റെ പൗഡർ ഇടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ വന്നിട്ടുള്ളത്. കളർ പൗഡർ ഇട്ടാൽ നല്ലൊരു ചുവപ്പ് കളറായിരിക്കും കേട്ടോ കിട്ടുക. റെഡ് കളർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതാ മസാലയൊക്കെ നല്ല എല്ലായിടത്തും ആവണമെങ്കിൽ നല്ല ഒന്നങ്ങണ്ട് ചേർത്ത് കൊടുക്കത്ത കണ്ടില്ല. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ആ ഇതൊക്കെ ഉപ്പും പുളിയൊക്കെ എല്ലായിടത്തും ഒന്ന് ആവട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിതൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നല്ല എണ്ണ ചൂടായ ശേഷം നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഓൾറെഡി ഇത് വെന്തതായതുകൊണ്ട് വല്ലാതെ എണ്ണയിൽ എടുക്കേണ്ട ആവശ്യം വരില്ല. ബ്രൗൺ കളറായി നമുക്ക് വേഗം കണ്ട് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ കോൺഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോൺഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.